നമസ്കാരം, ടൈം മീഡിയയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന ദിവസം നമ്മുടെ പെട്രോളിന് 1 ലിറ്ററിന് വില 114 രൂപ ചില്ലറയാണ്. എണ്ണപ്പാടങ്ങളെ കേന്ദ്രീകരിച്ച് യുദ്ധം നടക്കുന്നതുകൊണ്ട് ഹോർമൂസ് കടലിടുക്കിൻ്റെ പേരും പറഞ്ഞ് ഇക്കഴിഞ്ഞ ആഴ്ചകളിൽ തന്നെ 10 രൂപയിലധികം വർധനവ് 1 ലിറ്റർ പെട്രോളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ട് പെട്രോളിൻ്റെ വിലയിൽ വർധനവല്ലാതെ കുറയാനുള്ള സാധ്യതകളില്ല എന്നാണ് ഈ രംഗത്തെ വിദഗ്ധർ അഭിപ്രായപ്പെടുന്നത്. എന്നാൽ പെട്രോളിന് ലിറ്ററിന് പെട്ടെന്ന് 20 രൂപ കുറഞ്ഞ് നിങ്ങൾക്ക് ലഭിച്ചാലോ? അതും വിദേശത്ത് നിന്ന് കൊണ്ടുവരുന്നതിന് പകരം നമ്മുടെ നാട്ടിലെ കരിമ്പിൽ നിന്നും ചോളത്തിൽ നിന്നും ഉൽപ്പാദിപ്പിക്കുന്ന പുകമലിനീകരണം തീരെയില്ലാത്ത ഒരു ഇന്ധനം വന്നാലോ? അതും ലിറ്ററിന് പെട്രോളിനേക്കാൾ 20 രൂപ വിലക്കുറവിൽ. അതെ, ഇന്ത്യയിലെ പമ്പുകളിലേക്ക് പുതിയൊരു ഇന്ധനം എത്തുകയാണ്. അതാണ് E85 അഥവാ E85 ഇന്ധനം. ചോദ്യം ഇതാണ്: ഈ ഇന്ധനം നമ്മുടെ ഇപ്പോൾ ഉപയോഗിക്കുന്ന വണ്ടികളിൽ ഒഴിക്കാമോ? ഇതിന് മൈലേജ് കൂടുതലാണോ കുറവാണോ? ഈ സംശയങ്ങൾക്കുള്ള ലളിതമായ ഉത്തരങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് ലഭിക്കും. എന്താണ് ഈ E85 ഇന്ധനം? വളരെ ലളിതമായി പറഞ്ഞാൽ 85% എഥനോളും ബാക്കി 15% മാത്രം പെട്രോളും ചേർന്ന ഒരു മിശ്രിതമാണ് E85 എന്ന ഇന്ധനം. ഇതുണ്ടാക്കുന്നത് കരിമ്പ്, ചോളം എന്നിവയിൽ നിന്നാണ് എഥനോൾ ഉണ്ടാക്കുന്നത്. എങ്കിൽ പിന്നെ ഈ 15% പെട്രോൾ എന്തിനാണ് ഇതിനകത്ത് ചേർക്കുന്നത് എന്നൊരു ചോദ്യം വരുമല്ലേ? അതെന്താണെന്ന് ചോദിച്ചാൽ, ഇതിൽ കുറച്ച് പെട്രോൾ അംശം നിലനിർത്തിയിരിക്കുന്നത് 15% പെട്രോൾ നിലനിർത്തിയിരിക്കുന്നത് തണുപ്പ് കാലത്ത് നമ്മുടെ വണ്ടി പെട്ടെന്ന് സ്റ്റാർട്ടാകാൻ വേണ്ടി മാത്രമാണ്. നിലവിൽ നിരത്തിലുള്ള വാഹനങ്ങൾ, അതായത് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്ന വാഹനങ്ങളെല്ലാം തന്നെ പരമാവധി 20% എഥനോൾ ഉള്ള പെട്രോൾ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിട്ടുള്ളത്. എന്നാൽ E85 പൂർണ്ണമായും പുതിയൊരു സാങ്കേതിക വിദ്യയാണ്. അപ്പോൾ നിലവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിൽ ഇതൊഴിക്കാമോ? ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ്: നിങ്ങളുടെ കൈവശത്തിൽ നിങ്ങളിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളിൽ, സാധാരണ കാറുകളിലോ ബൈക്കുകളിലോ, ഈ പുതിയ ഇന്ധനം യാതൊരു കാരണവശാലും ഉപയോഗിക്കാൻ പാടില്ല. ഒഴിച്ചാൽ എന്താ സംഭവിക്കുന്നത്? ഒഴിച്ചാൽ നിങ്ങളുടെ വണ്ടിയുടെ എൻജിൻ പെട്ടെന്ന് കേടാകും. കാരണം എഥനോളിന് ഇരുമ്പിൽ വേഗത്തിൽ തുരുമ്പുണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതുകൊണ്ട് ഈ പുതിയ ഇന്ധനം ഉപയോഗിക്കാൻ വേണ്ടി മാത്രം നമ്മുടെ വാഹന നിർമ്മാണ കമ്പനികൾ പുതിയ വണ്ടികൾ ഇറക്കി തുടങ്ങി. ഇതിനെ ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ എന്നാണ് വിളിക്കുന്നത്. നിങ്ങളിത് എത്ര പേർ കേട്ടിട്ടുണ്ടാവും? അപ്പോൾ പെട്രോൾ, ഡീസൽ, CNG ഇലക്ട്രിക്കൽ വാഹനങ്ങൾക്കൊപ്പം തന്നെ നമ്മുടെ നിരത്തുകളിൽ ഇനി ഒരു പുതിയ ഇന്ധനത്തിൽ കൂടി ഓടുന്ന വാഹനം വരികയാണ്: ഫ്ലെക്സ് ഫ്യൂവൽ വാഹനങ്ങൾ. തുരുമ്പെടുക്കാത്ത പ്രത്യേക പൈപ്പുകളും പാർട്ടുകളുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ ഇന്ധനത്തിൽ ഓടുന്ന വിപണിയിലെ പുതിയ വണ്ടികൾ ഏതൊക്കെയാണെന്നറിയാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ? പറയാം. നമ്മുടെ സ്വന്തം മാരുതി സുസുക്കി അവരുടെ ഏറ്റവും ജനപ്രിയ കാറായ വാഗണാറിന്റെ പുതിയ ഫ്ലെക്സ് ഫ്യൂവൽ മോഡൽ പുറത്തിറക്കി കഴിഞ്ഞു. ബൈക്കുകളുടെ കാര്യമെടുത്താലോ, ഹീറോ കമ്പനി അവരുടെ സ്പ്ലെൻഡർ പ്ലസ്, HF ഡീലക്സ് എന്നീ ബൈക്കുകളുടെ പുതിയ മോഡലുകൾ ഈ ഇന്ധനത്തിൽ ഇറക്കി കഴിഞ്ഞു. ഇതിൽ HF ഡീലക്സിന് ഏകദേശം 77,792 രൂപയാണ് വില വരുന്നത്. സാധാരണ ബൈക്കുകളെക്കാൾ ഇതിന് ചെറിയൊരു വില കൂടുതൽ ഉണ്ടാകും. ഇത് ശരിക്കും സാമ്പത്തിക ലാഭമുള്ള കാര്യമാണോ? വാഹനത്തിൻ്റെ മൈലേജ് കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നത്? നമ്മളെപ്പോലുള്ള സാധാരണക്കാരൻ അറിയേണ്ടത് ഇത്തരം ചോദ്യങ്ങളാണ്. ഇതിൽ ലാഭമുണ്ടോ എന്നാണ്. തീർച്ചയായും ഉണ്ടെന്നാണ് പറയുന്നത്. ഡൽഹിയിൽ ഇതിന് ലിറ്ററിന് 82 രൂപയോളമാണ് വില, അതായത് സാധാരണ പെട്രോളിനേക്കാൾ 20 രൂപ കുറവ്. പക്ഷേ ഒരു ചെറിയ പ്രശ്നമുണ്ട്. സാധാരണ പെട്രോളിൻ്റെ അത്രയും ഊർജ്ജം ഈ ഇന്ധനത്തിന് ഇല്ലാത്തതുകൊണ്ട് വാഹനങ്ങൾക്ക് 15 മുതൽ 30% വരെ മൈലേജ് കുറവായിരിക്കും. എങ്കിലും 1 ലിറ്ററിന് 20 രൂപയുടെ വലിയ കുറവ് എന്നത് ഉള്ളതുകൊണ്ട് മൊത്തത്തിൽ കണക്ക് കൂട്ടുമ്പോൾ 1 കിലോമീറ്റർ ഓടാനുള്ള ചെലവ് സാധാരണ പെട്രോളിനേക്കാൾ ലാഭകരമാണെന്നും പറയപ്പെടുന്നുണ്ട്. പിന്നെ ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മാത്രമേ കൃത്യമായ ഒരു മറുപടി തരാൻ കഴിയുകയുമുള്ളൂ. അടുത്ത ചോദ്യം ഇതാണ്: ഏതൊക്കെ പമ്പുകളിൽ ഈ പുതിയ ഇന്ധനം, ഫ്ലെക്സ് ഫ്യൂവൽ എന്ന ഈ ഇന്ധനം കിട്ടും? തുടക്കത്തിൽ ഡൽഹി പോലെയുള്ള നഗരങ്ങളിലെ 48 പമ്പുകളിൽ മാത്രമാണ് ഇത് കിട്ടുക. എന്നാൽ 2027 അവസാനത്തോടെ രാജ്യത്തെ 5000 പമ്പുകളിലേക്ക് ഇത് വ്യാപിപ്പിക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി പറയാൻ പോകുന്ന കാര്യം പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചോണം. നിങ്ങളുടെ സാധാരണ വണ്ടിയിൽ അബദ്ധത്തിൽ ഈ ഇന്ധനം നിറയ്ക്കാതിരിക്കാൻ പമ്പുകളിൽ E85 വാഹനങ്ങൾക്ക് മാത്രം എന്ന് വ്യക്തമായി എഴുതി വെച്ച വലിയ ബോർഡുകൾ വെച്ചിട്ടുണ്ടാകും. ഇപ്പോൾ നമ്മൾ പെട്രോളും ഡീസലും ഒക്കെ ഒഴിക്കുന്ന വാഹനങ്ങളിൽ ഒരു കാരണത്താലും ഈ ഇന്ധനം നിറയ്ക്കാൻ പാടില്ല. ചുരുക്കത്തിൽ പറഞ്ഞാൽ, വില കൂടിയ ഇലക്ട്രിക് കാറുകൾ വാങ്ങാൻ കഴിയാത്ത സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ വണ്ടി ഓടിക്കാനും പ്രകൃതിയെ സംരക്ഷിക്കാനുമുള്ള മികച്ച വഴി കൂടിയാണ് E85 ഇന്ധനം. ഈ പുതിയ മാറ്റത്തെക്കുറിച്ച് നിങ്ങൾ എന്താണ് കരുതുന്നത്? താഴെ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ നന്ദി. നമസ്കാരം.